മേക്കേഴ്സ് പറഞ്ഞതും ഒരു ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പടമാണ്. അപ്പോൾ അങ്ങനത്തുള്ള ഒരുപാട് രസകരമായ കുടുംബ മുഹൂർത്തങ്ങളും പിന്നെ ഇവരുടെ തന്നെ സെൽഫ് ട്രോളുകളും അവരുടെ തന്നെ സിനിമ ഡയലോഗുകളും അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണാണ് സിനിമ പിന്തുടർന്നത്. പിന്നെ ഈ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ട മോഹൻലാൽ കാറുമായിട്ട് ഭയങ്കര എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ആ കാറുമായുള്ള അറ്റാച്ച്മെൻറ്റും അതിനെ ചുറ്റി നടക്കുന്ന ഒരു ഇൻസിഡൻറ്റും ആണ് ഈ സിനിമയുടെ മെയിൻ തന്തു. ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്, ഒരുപാട് പാസ്റ്റും പ്രസൻറ്റും ഒരു വലിയ അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു കഥയല്ല. ഒരു ലീനിയറായിട്ട് ഈ എന്താണ് ഒരു നൈറ്റ് അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു കഥയായിട്ടാണ് സിനിമ. ലീനിയറായിട്ടാണ് കഥ പോകുന്നത്, പാസ്റ്റ് പ്രസൻറ്റ് അങ്ങനെ കാണിക്കുന്ന രീതിയിലൊന്നല്ല. ഇതുവരെ കണ്ടതിനനുസരിച്ച് ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് മാറാതെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് പോലെയല്ല കഥ മുന്നോട്ടും പോയത്. അപ്പം നല്ല രസകരമായ രീതിയിൽ ആ ഫസ്റ്റിൻ്റെ ഇൻ്റർവെൽ അങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത്, എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ്. ലാലേട്ടൻ അങ്ങനെ ഹീറോയിസം പരിപാടികളല്ല, രസകരമായ ഫാമിലി ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ അതുപോലെയുള്ള രീതിയിലാണ് സിനിമയുടെ മേക്കേഴ്സ് പറഞ്ഞ പോലെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ്. ലാലേട്ടൻ കോംബോ അടിപൊളിയായിട്ടുണ്ട്. അവരെ തന്നെ പഴയ ഡയലോഗുകളും അതുപോലെ രസകരമായ ഒരുപാട് സിനിമ ഡയലോഗുകൾ സിറ്റുവേഷൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല എൻ്റർടൈനിങ് ആയിട്ടാണ് സിനിമ ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്നത്.